ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെട്ടെന്ന് നമുക്കൊരു ചെമ്മീനച്ചാർ ഉണ്ടാക്കിയാലോ? പെട്ടെന്ന് ചെമ്മീനച്ചാർ ഉണ്ടാക്കലേ കുറച്ച് റിസ്ക് ആണല്ലേ. എന്നാൽ എങ്ങനെയാണോ അതൊന്ന് ഉണ്ടാക്കണമെന്ന് നോക്കാം. കുറച്ച് ചെമ്മീൻ കൂടുതൽ കിട്ടിയായിരുന്നു. അപ്പോൾ ചെമ്മീൻ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. മാഗ്നേറ്റ് ചെയ്ത് വെച്ച നേരം കൊണ്ട് നമുക്ക് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെക്കാം കേട്ടോ. ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞത്. വെളുത്തുള്ളി ഞാൻ നീളത്തിൽ അരിഞ്ഞു കേട്ടോ. പച്ചമുളക് വട്ടത്തിലും അരിഞ്ഞു വെച്ചു. കുറച്ച് കൂടുതൽ വേണം കേട്ടോ, അച്ചാറാകുമ്പോൾ കുറച്ച് കൂടുതൽ വേണമല്ലോ. ചെമ്മീനെല്ലാം ഞാൻ കുറേശ്ശെ ആയിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചു കേട്ടോ. ആ വറുത്തതിൽ കുറേ വെളിച്ചെണ്ണ ബാക്കി ഉണ്ടായിരുന്നു. നമുക്ക് ആ വെളിച്ചെണ്ണ കളയേണ്ട ആവശ്യമില്ല കേട്ടോ, അതെടുക്കാം. അത് എടുത്തിട്ട് ബാക്കി പിന്നെ വേറെ എണ്ണ ഒഴിച്ചാൽ മതി. നല്ലെണ്ണ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, പക്ഷേ എനിക്ക് നല്ലെണ്ണ കുത്തത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തത്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ആദ്യം ഞാൻ വെളുത്തുള്ളിയാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില ഇടേണ്ടതാണ്, പക്ഷെ കറിവേപ്പില എൻ്റെ അടുത്ത് അന്നേരം കഴിഞ്ഞിരിക്കണോണ്ട് ഞാൻ ഇട്ടിരുന്നില്ല. എന്താണല്ലേ, വേപ്പില ഇല്ലാണ്ട് അച്ചാറോ? സദ്യയിൽ സാമ്പാർ ഇല്ലാത്ത പോലെ. എന്താ ചെയ്യുക, വേപ്പില ഇല്ലെങ്കിൽ പിന്നെ നമുക്കതില്ലാണ്ട് വെച്ചല്ലേ പറ്റൂ. നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അങ്ങ് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം അങ്ങ് നല്ലപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു കപ്പോളം ചൊറുക്ക, ഞാൻ ഒരു കപ്പോളമാണ് എടുത്തത്, ചൊറുക്ക ഒഴിച്ച് കൊടുക്കാം. അതിനകത്തേക്ക് ചൊറുക്ക ഒഴിക്കുന്ന ടൈമിൽ കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ തള വന്ന് സൈഡിലൊക്കെ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന പരുവത്തിലായിരിക്കണം ചെമ്മീൻ ഇടേണ്ടത്. ചെമ്മീനൊക്കെ ഇട്ട് നല്ലപോലെ അങ്ങ് ഇളക്കി എല്ലാ പൊടികളും ചൊറുക്കയും എല്ലാം നന്നായിട്ടൊന്ന് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കാം. അധികം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഒന്ന് നല്ലപോലെ ചൂടാവുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് ഓഫാക്കി വെക്കാം. ഇത് എന്നിട്ട് പിറ്റേം ദിവസമോ അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ചൊറുക്കയും ഉപ്പും എല്ലാം നന്നായിട്ട് ഈ ചെമ്മീനിലേക്ക് വലിച്ചെടുക്കുമ്പോഴാണ് ചെമ്മീനച്ചാർ ആവുള്ളൂ. നല്ലപോലെ ചൂടാറി തണുത്ത് കഴിയുമ്പോൾ ചില്ലുകുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കുക. ഒരുപാട് നാൾ കേടാവാണ്ടിരിക്കും കേട്ടോ. കുഞ്ഞ ചെമ്മീനച്ചാറാ? എന്താണ് ചെമ്മീനച്ചാറില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.